ഹേയ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൂവി ബഫ് ബോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് YRF യൂണിവേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ യഷ് രാജ് സ്പൈ യൂണിവേഴ്സ് ബോളിവുഡിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സാണ്, സിനിമാറ്റിക് യൂണിവേഴ്സ്. അതിൽ YRF സ്പൈ യൂണിവേഴ്സിൽ 5 പടങ്ങളാണ് ഇതുവരെ റിലീസായത്. ഇനി അടുത്തത് റിലീസാവാൻ വേണ്ടി പോകുന്നതാണ് വാർ 2. ഓഗസ്റ്റ് 15 റിലീസാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കൂടിയാണ് ഇത്. സ്പൈ യൂണിവേഴ്സിൽ എനിക്ക് ഇതുവരെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏക് ദ ടൈഗറും ടൈഗർ സിന്ധായും വാറുമാണ്. അതിനെക്കുറിച്ചുള്ള ഞാൻ പറയാം. യൂണിവേഴ്സിൽ ഫസ്റ്റായിട്ട് വന്ന പടമാണ് ഏക് ദ ടൈഗർ. ഏക് ദ ടൈഗർ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും പിന്നെ സൽമാൻ ഖാനിൻ്റെ അടിപൊളി സ്വാഗും ആക്ഷനും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കത്രീന കൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് ആണെങ്കിലും എല്ലാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയായിരുന്നു പോയത്. ഒരു ലവ് റിലേഷൻഷിപ്പും പിന്നെ നാവൽ സോങ്ങും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വെൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. നെക്സ്റ്റായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ടൈഗർ സിന്ധാ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സംഭവമാണ്. സൽമാൻ ഖാനിൻ്റെ ഇതുവരെ ബെസ്റ്റ് എൻട്രി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്. പിന്നെ കത്രീന കൈഫിൻ്റെയും സൽമാൻ ഖാൻ്റെയും ആക്ഷൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലി ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ഓരോരോ മിഷൻസ് ആണെങ്കിലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് പിന്നെ മ്യൂസിക്കലി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ടോപ്പ് നോച്ചായിരുന്നു. പടം മൊത്തത്തിൽ എനിക്ക് വളരെയധികം എൻ്റെ ഒപ്പീനിയനിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. പിന്നെ അടുത്തതായിട്ട് റിലീസായിരുന്നു വാർ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു വാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ മേക്കിംഗ് സ്റ്റൈലും പിന്നെ ഹോളിവുഡിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് കുറേയധികം സീൻസ് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഹോളിവുഡിൽ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസും പിന്നെ അബ്രോഡ് നടക്കുന്ന ഫൈറ്റ് സീൻസും പിന്നെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചായിരുന്നു. പിന്നെ സോങ്ങിൽ വരുന്ന ബിക്കിനി ഷോട്ടാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ടൈഗർ ഷെറോഫിൻ്റെയും വില്ലനിസം, ടൈഗർ ഷെറോഫിനുള്ള എന്താ പറയുക ട്വിസ്റ്റ്, നെഗറ്റീവ് ആക്ഷൻ പരിപാടിയും ഒക്കെ ടോപ്പ് നോച്ചായിരുന്നു. പിന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊത്തത്തിലൊരു കൊമേഴ്ഷ്യലി എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു വാർ 1. അടുത്തതായിട്ട് റിലീസായിരുന്നു പത്താൻ. ഇത് 4ാമത്തെ മൂവിയായിരുന്നു. പത്താൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ഒരു അടിപൊളി വില്ലനും പിന്നെ ഉണ്ടായിരുന്നു. ജോൺ അബ്രഹാമിൻ്റെ നെഗറ്റീവ് റോള് അത് ഗംഭീരമായിട്ടായിരുന്നു. എന്താ പറയുക, ജോൺ അബ്രഹാം അത് ആക്ട് ചെയ്തതും പെർഫോമൻസും വളരെയധികം ഇഷ്ടപ്പെട്ടു. ജോൺ അബ്രഹാമിൻ്റെ പെർഫോമൻസ് കാണാൻ തന്നെ പടം കാണാമായിരുന്നു. വെർത്തിറ്റായിരുന്നു, വളരെയധികം വെർത്തിറ്റായിരുന്നു ജോൺ അബ്രഹാമിൻ്റെ നെഗറ്റീവ് റോള്, നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ക്യാരക്ടർ. പിന്നെ ഷാറുഖ് ഖാൻ്റെ കംബാക്കും കൂടിയായിരുന്നു ആഫ്റ്റർ 5 years. പിന്നെ ഭയങ്കര വലിയ കളക്ഷനും കിട്ടിയിട്ടുള്ള പടമായിരുന്നു പത്താൻ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷാറുഖ് ഖാൻ്റെ അടിപൊളി ആക്ഷൻസും പിന്നെ ബോഡി ഒക്കെ അടിപൊളിയായിരുന്നു. പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ദീപിക പടക്കോണിൻ്റെ ബിഗ് ഷോട്ടും സോങ്ങിൽ വരുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊത്തത്തിൽ പടം എനിക്ക് കൊമേഴ്ഷ്യൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് എനിക്ക് ടോപ്പ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വാറിന് തന്നെ സിദ്ധാർത്ഥ് ആനന്ദ് തിരിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടായിരുന്നു ഈ പത്താൻ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്കും വലിയ കാര്യമായിട്ട് അങ്ങനെ ടോപ്പ് ലിസ്റ്റിൽ വെക്കാവുന്ന ഇൻഡസ്ട്രി ആയിരുന്നില്ല. സ്പൈ യൂണിവേഴ്സിൽ ഏറ്റവും ടോപ്പിൽ വെക്കാൻ പറ്റിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പത്താൻ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്ത ഒരു മൂവി തന്നെയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് റിലീസായതായിരുന്നു ടൈഗർ 3. എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നിരാശയായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈഗറിന് സ്ഥിരം ടെംപ്ലേറ്റിൽ വരുന്ന സംഭവം തന്നെയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കണ്ടതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്ഥിരം ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു എടുത്തത്. മിഷൻസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതേ പഴയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എന്നാലും എനിക്ക് മടുപ്പിച്ചില്ല. സംഭവം സ്ഥിരം ടെംപ്ലേറ്റ് ആയിരുന്നു.
പ്രത്യേകിച്ച് പുതിയൊരു മിഷനും ഒരു നല്ലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഇമ്രാൻ ഹാഷ്മി ആയിരുന്നു വില്ലനായിട്ട് വന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നിരാശ തന്നെയായിരുന്നു. ഒരു നല്ലൊരു വില്ലൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജോൺ അബ്രഹാമിനെ പോലത്തെ ഒരു നല്ലൊരു വില്ലൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പടമായിട്ട് തോന്നിയതായിരുന്നു ടൈഗർ 3. പിന്നെ അടുത്തതായിട്ട് റിലീസ് ചെയ്യുന്നത് വാർ 2 ആണെങ്കിൽ വാർ 2ൻ്റെ ടീസറാണ് ഇറങ്ങിയിട്ടുള്ളത്. റിലീസാവാൻ വേണ്ടി പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നത് ടീസറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇമ്പാക്റ്റൊന്നും എനിക്കത് തന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ NTR ആയിട്ടായിരുന്നു വില്ലൻ. അതെങ്ങനെ വരും, സംഭവം അവർ ഫ്രണ്ട്സായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല. ഹൃത്തിക് റോഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ NTRഉം ഹൃത്തിക് റോഷൻ തമ്മിൽ ഒരു വാർ 1ലുള്ള ടൈഗർ ഷെറോഫും ഹൃത്തിക് റോഷൻ ഉള്ള പോലത്തെ ഡാൻസ് ഉണ്ടാവും എന്നാണ്. ജൂണിലാണ് ആ സോങ്ങിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും വളരെയധികം ഫ്രണ്ട്സായിരുന്നു. പിന്നെ ഇവർ തല്ലി പിരിഞ്ഞ് ഇവർ രണ്ടുപേരും ഭയങ്കര വില്ലന്മാരും മറ്റേ ഓപ്പോസിറ്റായി. അങ്ങനെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വാറുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയായിരിക്കും. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൻ മുഖർജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ പ്രിതമാണ്. മുന്നേ വിശാൽ ശേഖറൊക്കെ ആയിരുന്നു വേറെ മ്യൂസിക്കൊക്കെ. പക്ഷേ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതേ ടെംപ്ലേറ്റിൽ വരുന്ന മൂവിയായിട്ടാണ്. പിന്നെ മോശം VFX ആയിരുന്നു. ഇതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സൊക്കെ വളരെയധികം മോശമായിരുന്നു. പിന്നെ എനിക്ക് ടീസറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായിട്ട് തോന്നിയത് കിയാര അദ്വാനീൻ്റെ ബിക്കിനി ഷോട്ടായിരുന്നു. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഹൃത്തിക് റോഷനും കിയാര അദ്വാനിയും തമ്മിലുള്ള കെമിസ്ട്രിയും അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ സ്ഥിരം ടെംപ്ലേറ്റ് വരുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ റിലീസായാലും മാത്രം കണ്ടിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തുവാക്കിയാലും ഗൈസ്, ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.